ചേറൂർ ചാക്കീരി അഹമ്മദ് കുട്ടി സ്മാരക GMUP സ്കൂൾ 50-ാം വാർഷികം സ്മൃതിമധുരം 24, 25, 26 തീയതികളിലായി നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 24-ന് വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് അങ്കണവാടി കുട്ടികളുടെ സർഗോദയം കലാമേളയോടെയാണ് പരിപാടികൾ തുടങ്ങുക. അന്നേ ദിവസം വൈകുന്നേരം 3:30-ന് സാംസ്കാരിക ഘോഷയാത്രയും വൈകുന്നേരം 6:30-ന് ഉദ്ഘാടന സമ്മേളനവും നടക്കും. 25-ന് 6:30-ന് സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ഗോൾഡൻ ബീഡ്സും 26-ന് റിപ്പബ്ലിക് ദിന പരിപാടികളും നടക്കും. 2 മണിക്ക് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ET മുഹമ്മദ് ബഷീർ MP-യും 3:30-ന് നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി V അബ്ദുറഹ്മാനും ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി അധ്യക്ഷത വഹിക്കും. വൈകുന്നേരം 6 മണിക്ക് നവാസ് കാസർകോട്, സുറുമി വയനാട് എന്നിവർ ചേർന്ന് സംഘടിപ്പിക്കുന്ന സംഗീത പരിപാടിയും അരങ്ങേറും. കണ്ണമംഗലം ഗ്രാമപഞ്ചായത്തിലെ ചെറൂർ അടിവാരത്ത് സ്ഥിതി ചെയ്യുന്ന ചാക്കീരി അഹമ്മദ് കുട്ടിയാജി സ്മാരക GMUP സ്കൂളിൻ്റെ 50-ാം വാർഷികവും പൂർവ്വ വിദ്യാർത്ഥി സംഘവുമാണ് ഈ വരുന്ന 24, 25, 26 തീയതികളിലായി നടത്തുന്നത്. 1974 പ്രയാണം ആരംഭിച്ച ഈ വിദ്യാലയം അതിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ 24-ാം തീയതി നടക്കുന്ന ഉദ്ഘാടന പരിപാടി രാവിലെ പതാക ഉയർത്തലും അതുപോലെ LKG വിദ്യാർത്ഥികളുടെ അതുപോലെ അംഗനവാടി വിദ്യാർത്ഥികളുടെയും കലാപ്രകടനവും സാംസ്കാരിക ഒരു കൂട്ടായ്മയുടെ സാംസ്കാരിക റാലിയും ഘോഷയാത്രയും ചേറൂരിൽ മുതവിൽ കൊണ്ടുവന്ന് ആരംഭിച്ച് അടിവാരത്ത് അവസാനിക്കുന്ന രീതിയിലാണ് ഘോഷയാത്ര നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസ, സാംസ്കാരിക, സാമൂഹിക വികസനത്തിന് വളരെയധികം പ്രാധാന്യം വഹിച്ച ഒരു വിദ്യാലയമാണ് ചാക്കീരി അഹമ്മദ് കുട്ടി സ്മാരക ഗവൺമെൻറ് മുസ്ലിം മാപ്പിള അപ്പർ പ്രൈമറി സ്കൂൾ. ഈ സ്കൂളിൽ 74-ൽ തുടങ്ങി ഈ 2024-ൽ എത്തുമ്പോൾ അതിൻ്റെ 50-ാം വാർഷികമാണ് ആഘോഷിക്കുന്നത്. ഈ വാർഷികാഘോഷത്തിൻ്റെ 1-ാം ദിവസത്തെ പരിപാടികളുടെ PTA പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു. 2-ാം ദിവസത്തെ പരിപാടികൾ രാവിലെ 10:30-ന് ആ വിദ്യാലയത്തിലെ സീനിയർ വിദ്യാർത്ഥികളായ 7-ാം ക്ലാസ്സിലെ കുട്ടികളുടെ സെൻഡ് ഓഫ് പരിപാടിയോടുകൂടിയാണ് ആരംഭിക്കുന്നത്. കുട്ടികൾ സ്വയം തയ്യാറാക്കിയ അവരുടെ വിവിധ കലാപരിപാടികളും അതിനുശേഷം UKG കുട്ടികളുടെ കിഡ്ഡൂസ് 2.0 എന്ന പേരിൽ UKG കുട്ടികളുടെ വിവിധ കലാപരിപാടികളും തുടർന്ന് 6:30-ന് ഗോൾഡൻ ബീഡ്സ് എന്ന പേരിൽ LP UP കുട്ടികളുടെ ഒരു ചെയിൻ പ്രോഗ്രാംസ് ആണ്. അതായത് തുടർച്ചയായി ഒരു പ്രോഗ്രാം ആരംഭിച്ച് അതിനൊരു ഇടതടവില്ലാതെ തുടർച്ചയായി നടത്തുന്ന LP UP ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വളരെ മനസ്സിനും കണ്ണിനും കാതിനൊക്കെ കുളിർമ പടരുന്ന തരത്തിലുള്ള മനോഹരമായ കലാപ്രകടനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അന്നത്തെ ആ കുട്ടികളുടെ പരിപാടികളോടുകൂടി 2-ാം ദിവസത്തെ പരിപാടിക്ക് തിരശ്ശീല വീഴുകയാണ്. നമ്മുടെ സ്കൂളിൻ്റെ 74 മുതൽ ഉള്ള തുടക്ക കാലഘട്ടം വളരെ വറുതിയിലും വിദ്യാഭ്യാസ രംഗത്ത് വളരെ പിറകോട്ടുമായിരുന്ന ഒരു പ്രദേശത്ത് UP സ്കൂൾ സംവിധാനം വരുന്നതിന് വേണ്ടി അതിന് വിദ്യാഭ്യാസ തൽപരരും വിദ്യാഭ്യാസ വിചക്ഷണരുമായ പല വ്യക്തിത്വങ്ങളും നൽകിയ നല്ല കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ എല്ലാ സഹായ സഹകരണത്തോടു കൂടി അതിനൊരു ഇടം നൽകുകയും അതിനുശേഷം ഒരു 3 ക്ലാസ്സിൽ എന്നുള്ള രീതിയിലാണ്. ഇന്നത്തെ പോലെ കൂടുതൽ ഡിവിഷനുകളോ ഒന്നും ഇല്ലായിരുന്നു. ആകെ 3 ക്ലാസ്. അത് കഴിഞ്ഞാൽ പൂർവ്വ വിദ്യാർത്ഥി രജിസ്ട്രേഷൻ 11:30-ന് ഓർമ്മച്ചെപ്പ്. സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ വിവിധ ബാച്ചുകളുടെ വിദ്യാർത്ഥികൾ ക്ലാസ് റൂമുകളിൽ ഒത്തുകൂടുന്നു. 2 മണിക്ക് പൂർവ്വ വിദ്യാർത്ഥി സംഗമം. സ്വാഗതം ശ്രീ ഹുസൈൻ ചേറൂർ
അലുമിനി കൺവീനർ അധ്യക്ഷൻ ശ്രീ ജബ്ബാർ VK, അലുമിനി ചെയർമാൻ. ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ശ്രീ NP ET മുഹമ്മദ് ബഷീർ. അത് കഴിഞ്ഞാൽ ഗുരുവന്ദനം. ചെറൂർ ചാക്കീരി അഹമ്മദ് കുട്ടി മെമ്മോറിയൽ GM സ്കൂളിൽ സേവനം ചെയ്തിരുന്ന മുൻകാല അധ്യാപകരെ ആദരിക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ UM അംസ, കൺവീനർ രവീന്ദ്രൻ പാണക്കാട്ട്, PTA പ്രസിഡന്റ് AP സെയ്തലവി, വൈസ് പ്രസിഡന്റ് NK മൊയ്തീൻ, P നാസർ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ഭാരവാഹികളായ VK ജബ്ബാർ, അസൈൻ ചെറൂർ എന്നിവർ പങ്കെടുത്തു. MT ന്യൂസ് വേങ്ങര. മാലിന്യ സംസ്കരണം ഇനിയൊരു പ്രശ്നമല്ല. യാതൊരു ഇന്ധനമോ മറ്റു വിദഗ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാതെ മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്ന ഈസി വേസ്റ്റ് ഇൻസിനറേറ്റർ ഉപയോഗിക്കുന്നതിലൂടെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് ഇനി മാലിന്യം സംസ്കരിക്കാം. ഈസി വേസ്റ്റ് ഇൻസിനറേറ്റർ മറ്റു ഇൻസിനറേറ്ററേക്കാൾ 10 മടങ്ങ് ആയുസ്സും ഒരിക്കൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുമില്ല. മാത്രമല്ല, പുകക്കുഴലിന്റെ നീളം ആവശ്യത്തിന് ക്രമീകരിക്കാം എന്നത് മറ്റൊരു പ്രത്യേകതയുമാണ്. ഓക്സിജന്റെ അളവ് കൂടുതൽ ലഭിക്കുന്നതിനാൽ വളരെ പെട്ടെന്ന് കത്തിപ്പിടിക്കുകയും സ്റ്റീൽ കമ്പനിയിലെ ചൂളയിൽ ഇരുമ്പുരുക്കാൻ ഉപയോഗിക്കുന്ന ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ചൂട് നിലനിർത്തി കത്താൻ സഹായകമാവുന്നതോടൊപ്പം കൂടുതൽ ബലവും നൽകുന്നു. ഇതിൽ പ്ലാസ്റ്റിക്, ഫുഡ് വേസ്റ്റ്, നനവുള്ളത് തുടങ്ങി ഏതുതരം മാലിന്യവും സംസ്കരിക്കാവുന്നതാണ്. സംസ്കരണ ശേഷം അടിഞ്ഞുകൂടുന്ന കട്ട പിടിച്ച ചാരത്തിന്റെ അംശങ്ങൾ ഗ്രില്ലിൽ ചലിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് പറ്റിപ്പിടിച്ചിരിക്കില്ല. ഓഡിറ്റോറിയം, ആശുപത്രികൾ, ഹോട്ടലുകൾ, ഹോസ്റ്റലുകൾ, ഫ്ളാറ്റുകൾ എന്നിവിടങ്ങൾക്ക് 100% അനുയോജ്യമാണ് ഈസി വേസ്റ്റ് ഇൻസിനറേറ്ററുകൾ. അയൺടെക് സൊല്യൂഷൻസ്, ചേരൂർ റോഡ്, വേങ്ങര. കോൺടാക്ട് 9947 371 968.